ഒരു ദിവസം പോലും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല അല്ലേ? ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എന്നല്ലേ പറയാ. എല്ലാ ദിവസവും ഭഗവാനെ കണ്ടുകൊണ്ടിരുന്ന ഗോപികമാര് പെട്ടെന്നൊരു ദിവസം ഭഗവാൻ മധുരയിലേക്ക് പോയപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു മനോവിചാരങ്ങൾ ഉണ്ടായിരുന്നിരിക്കുക, എങ്ങനെയായിരിക്കും അവരതിനെ തരണം ചെയ്തിട്ടുണ്ടായിരിക്കുക, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അക്രൂരരെ ഭഗവാനെ കൊണ്ടുപോകാനായിട്ടാണ് വന്നതെന്ന് പെരുമ്പറ മുഴക്കുമ്പോൾ, നന്ദഗോപര് പെരുമ്പറ മുഴക്കുമ്പോഴാണ് ഈ ഗോപികമാരെല്ലാവരും അറിയുന്നത്. അതായത് അടുത്ത ദിവസം ഭഗവാനും രാമനും എല്ലാവരും കൂടെ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുകയാണ്. അപ്പോൾ ഗോപാലകുട്ടികളും ഗോപാലന്മാരും എല്ലാവരും പുറപ്പെടണം, അവരുടെ ആ പാലുൽപ്പന്നങ്ങളൊക്കെ ആയിട്ട് ഗോരസങ്ങളൊക്കെ ആയിട്ട് പുറപ്പെടണം എന്നാണ് പെരുമ്പറ മുഴങ്ങി കേട്ടത്. അപ്പോൾ ഈ ഗോപികമാര് പുറത്തേക്ക് നോക്കിയപ്പോൾ കംസന്റെ തേരവിടെ കിടക്കുന്നതും കണ്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി വരില്ല ഭഗവാൻ എന്ന് നന്നായി മനസ്സിലായി. അപ്പോൾ ഈ യാത്ര എങ്ങനെയെങ്കിലും മുടക്കണല്ലോ, കാരണം തങ്ങളുടെ ജീവനെയാണ് ഈ എടുത്തുകൊണ്ട് പോകുന്നതേ അക്രൂരരെ. അപ്പോൾ അത് മുടക്കാനായിട്ട് പലവിധ ഉപായങ്ങൾ പലരും പറയുന്നുണ്ട്. ചിലർ പറഞ്ഞു നമുക്ക് ആ തേര് പോകുന്ന വഴിയെ ഇങ്ങനെ കിടക്കാം, അപ്പോൾ നമുക്ക് മുകളിലൂടെയാണല്ലോ തേര് സഞ്ചരിക്കുക, അപ്പോൾ നമ്മൾ മരണപ്പെടും, ഭഗവാൻ ഒരിക്കലും അത് ചെയ്യില്ലല്ലോ, അങ്ങനെ ആ യാത്ര മുടക്കാമെന്ന് പറഞ്ഞു പലതരത്തിലുള്ള സൂത്രങ്ങൾ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധാറാണിയും വേറെ ചില ഗോപികമാരും പറഞ്ഞു അവൻ ഒരിക്കലും ചെയ്യരുത്, ഭഗവാനെ പോകാനാണ് ഇഷ്ടമെങ്കിൽ ഭഗവാൻ പോയിക്കോട്ടെ, സ്നേഹം നമുക്കൊരിക്കലും പിടിച്ചു പറിക്കാനായിട്ട് സാധിക്കില്ലല്ലോ, ഭഗവാന് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഭഗവാനെ ഇഷ്ടപ്പെടാലോ. അപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കല്ലേ വേണ്ടത്. അപ്പോൾ ഭഗവാനെ പോകാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ഭഗവാനെ പോകാനായിട്ട് അനുവദിക്കുകയാണ് വേണ്ടത് എന്നും പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ആ ദിവസം അവർ തള്ളി നീക്കി. പിറ്റേ ദിവസം അക്രൂരരോടൊപ്പം ഭഗവാൻ പുറപ്പെടുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഗോപികമാരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട, അതുകൊണ്ട് ഈ തേര് വായുവേഗത്തിൽ ഓടിച്ചോളാനായിട്ട് പറയാം. അപ്പോൾ ഗോപികമാരാണെങ്കിലോ അക്രൂരനെ ക്രൂരൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ, കാരണം തങ്ങളുടെ ജീവനെയാണ് അക്രൂരൻ എടുത്തുകൊണ്ട് പോകുന്നതേ. അപ്പോൾ ഭഗവാൻ ഒരു ഗോപാലകുട്ടിയുടെ അടുത്ത് പറഞ്ഞു വിട്ടു ഗോപികമാരോട് പറയാനായിട്ട്, ഞാൻ തിരികെ വരും എന്നുള്ളത്. ആ ഒരു വാക്ക് മതിയായിരുന്നു ഗോപികമാർക്ക്. ഭഗവാൻ പോയപ്പോഴും അവരെപ്പോഴും ഭഗവാനെ കുറിച്ച് മാത്രമാണ് പിന്നീട് ചിന്തിച്ചു കൊണ്ടിരുന്നത്. അവർ സാധാരണ പോലെ പശുവിനെ കറക്കുന്നുണ്ട്, മേയ്ക്കാനായിട്ട് വിടുന്നുണ്ട്, പാലും തൈരും മോരും ഒക്കെ വിൽക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോൾ ഭഗവാനെ കുറിച്ച് മാത്രമാണ് ചിന്ത. ഈ പാല് വേണോ എന്ന് ചോദിക്കുന്നതിന് പകരം ഗോവിന്ദനെ വേണോ, തൈര് വേണോ എന്ന് ചോദിക്കുന്നതിന് പകരം ദാമോദരനെ വേണോ, മാധവനെ വേണോ എന്നൊക്കെ അവർ ചോദിക്കുക. അപ്പോൾ ഇത് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്ന്. എങ്ങനെയാണോ ഭഗവാൻ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നത് അതേ സമയത്ത് ഗോപികുമാർ എന്തൊക്കെയാണോ ചെയ്തിരുന്നത്, എന്തൊക്കെയാണോ ഭഗവാന് വേണ്ടി ഒരുക്കിയിരുന്നത്, അതേപോലെ തന്നെ അവരെ തുടർന്നുകൊണ്ട് പോന്നു. ഗോവിന്ദ ദാമോദര മാധവേദി എന്നും പറഞ്ഞുകൊണ്ട്.